അങ്ങനെ നാട്ടിലെ സാധാരണ ജീവിതത്തിൽ നിന്നും വിസയും പാസ്പോർട്ടും ഇല്ലാതെ കടൽ കടന്ന് വന്നെത്തിയത് ഈ സഹോദരങ്ങളാണ്. അമ്മയുടെ കൈകൊണ്ട് പൊതിഞ്ഞ് ദുബായിലെത്തപ്പെട്ട് ഒരാഴ്ച ദുബായിലിരുന്ന് അവിടുന്ന് അടുത്ത ഫ്ലൈറ്റ് കയറി ആഫ്രിക്കയിലെത്തി ഒരുമിച്ച് കിളിച്ച് വളർന്ന് ഇത്രത്തോളം ആയ ഇവർ ഇന്ന് പിരിയാൻ പോവുകയാണ്. ഇതിൽ 2 പേരെ ഞാനിന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ കൊണ്ട് നടും. ഇന്നവർ പിരിയും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുന്നേ വീഡിയോ പറഞ്ഞ പോലെ ചക്ക നടാൻ പോവുകയാണ്. ചക്കക്കുരു പ്ലാവിൻ്റെ തൈ. അപ്പോൾ ഇത് കുറേ നാളുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ എല്ലാവരുടെ വീട്ടിലും ഒരുമിച്ച് പോയി നടാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒരുമിച്ച് വരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഒരുത്തനെ കിട്ടി. അപ്പോൾ അവൻ്റെ വീട്ടിൽ മാത്രം കൊണ്ട് നടാം. ബാക്കി നടന്ന വീഡിയോ പിന്നെ കിട്ടുന്നതിലും കുഴപ്പമില്ലല്ലോ. കാരണം ഈ ചക്ക വേറെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പറിക്കാൻ പാടാം. അപ്പോൾ ഇതിനകത്തുനിന്ന് വഴി നോക്കി പറിക്കാം അല്ലേ. ഓ മൈ ഗോഡ്. കുഴപ്പമില്ല, വേറെ ഇറങ്ങിയിട്ടില്ല. മാക്സ് ഹൗ മെനി പീസ്? 2 മതി. ഇതിൻ്റെ ഐഡിയ വെച്ചിട്ട് മറ്റേൻ്റെ പേരൊക്കെ പോയിട്ടുണ്ടാവോ? ഓക്കെ. അപ്പോൾ ഇതെപ്പടി ഇനി വേറെ എങ്ക വെക്കും? കൊണ്ടങ്ങാ. ഇനി എന്തൊരു മൊത്തം 8 എണ്ണം ഉണ്ടായിരുന്നു. 2 എണ്ണം എടുത്തു. അപ്പോൾ ഇനി 7 എണ്ണം ഉണ്ട്, 6 എണ്ണം ഉണ്ട്. അതിന് വേറെ ആൾക്കാർ പറഞ്ഞു. ഞങ്ങളുടെ വണ്ടിയും ഇല്ല. അപ്പം ഇവൻ്റെ വണ്ടി തന്നെ ഇവനെ കിട്ടിയപ്പം നേരെ കൊണ്ടുപോയി നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഞങ്ങൾ നടാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ നടണമെന്ന് വിചാരിച്ചത്. അപ്പം 8 ചെടിയുണ്ട്. അപ്പോൾ ഒരു 4-5 പേരുടെ വീട്ടിൽ ഒരുമിച്ച് കൊണ്ട് നട്ട് ഒരുമിച്ച് നടാം ഒരു പോക്കിനെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തിരുന്നിട്ട് ഇതുവരെ നടക്കുന്നില്ല. കാരണം എല്ലാം സമയം ഒത്തു കിട്ടുന്നില്ല, എല്ലാവരും ഒരുമിച്ച് കിട്ടണ്ടേ. അപ്പോൾ ഇന്നിപ്പോൾ ഒരാളുടെ വീട്ടിൽ പോകുന്നതാണ്. അപ്പോൾ പിന്നെ എന്നാൽ ഒരെണ്ണം നടാം, ബാക്കി പോകുന്നതനുസരിച്ച് നടാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂർ യാത്രയുണ്ട് ഇവൻ്റെ വീട്ടിലേക്ക്. റോഡുകളൊക്കെ ഇപ്പോൾ ഈ അടുത്ത് പണി കഴിഞ്ഞതാണ് കേട്ടോ. നല്ല റോഡുകളാണെല്ലാം. അങ്ങനെ ഏകദേശം നമ്മുടെ നാട്ടിൽ അതേപോലെ തന്നെയാണ് ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ സ്ഥലങ്ങളും ഇവിടുത്തെ എല്ലാം. നമ്മുടെ നാട്ടിലെ ആൾക്കാരും വീടുകളും വ്യത്യാസമുണ്ടെന്നുള്ളൂ. ഇവിടെ ഏറ്റവും കൂടുതൽ ഷീറ്റാണ് ഇവർ ഉപയോഗിക്കുന്നത്. പിന്നെ വീടൊക്കെ എല്ലാം ഒരേപോലെ ഇരിക്കും. അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. പോകുന്ന വഴിക്ക് ഇതുപോലെ ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചെക്കിംഗ് ഉണ്ടാവും പോലീസിൻ്റെ. സ്ഥിരമായിട്ടുള്ളതാണ് അത്. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടാട്ടോ അവരുടെ വീട്. നമ്മുടെ മെയിൻ റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണുന്ന വീടുകളും സ്ഥലങ്ങളെല്ലാം റോഡൊക്കെ ഏകദേശം ഇതുപോലെ തന്നെയാണ്. അവിടെ കുറച്ച് ആൾക്കാരിരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഈ കളിയുടെ പേരെന്തോ പറഞ്ഞു, ഞാൻ മറന്നുപോയി. എന്തോ ഒരു കളിയുടെ പേരൊക്കെ അവർ പറഞ്ഞു തന്നായിരുന്നു, എനിക്ക് ഓർക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവൻ്റെ വീടെത്തി. അവൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് വണ്ടി പോകത്തില്ല. തൊട്ടടുത്ത വീടിൻ്റെ മുന്നിലാണ് പാർക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ അപ്പുറത്തേക്ക് അവൻ്റെ വീടിൻ്റെ അങ്ങോട്ട് പോകണം. ഈ കാണുന്നതാണ് അവൻ്റെ വീട്. മുന്നിൽ അവൻ്റെ വൈഫും ആരൊക്കെയോ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് വീഡിയോ ഒന്നും പിടിച്ചില്ല. കാരണം അവരുടെയൊക്കെ വീഡിയോ പിടിക്കാനൊരു മടി. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. ചെന്ന ഉടനെ തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടന്നു കേട്ടോ. പക്ഷേ അവൻ എന്നെക്കൊണ്ട് കുഴിക്കാൻ സമ്മതിക്കുന്നില്ല. അവൻ കുഴിച്ചോളൂ എന്ന് പറയുന്നത്. അവൻ വിചാരിക്കുന്നത് എന്നെ കഷ്ടപ്പെടുത്തേണ്ടതെന്നാണ്. ലാസ്റ്റ് പിന്നെ അവൻ തന്നെ കുഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അവൻ തന്നെ കുഴിച്ച് എന്നെക്കൊണ്ട് ചെടി നടിയിപ്പിച്ചതേ ഉള്ളൂ. ഇവിടെ കീഴെ പോകണല്ലേ.
ஓகேங்க சார். ഓക്കെ, അങ്ങനെ ഇതാണ് ഞാൻ നട്ട പ്ലാവ്. ഇത് നാളെ അവൻ അതിൻ്റെ ചുറ്റും വേലി ഒരു വല ഫിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അടുത്ത പ്ലാവ് നടാൻ പോകുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. അലക്സ് എന്നാണ് പേര്. പുള്ളി തമിഴ്നാട്ടുകാരനാണ്, ട്രിച്ചിക്കാരനാണ്. പുള്ളിക്ക് ഈ കൃഷിയിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പോൾ പുള്ളീനെ ഏൽപ്പിച്ചു നടാൻ വേണ്ടിയിട്ട്. ഈ ചക്കേനോട് എനിക്കൊരു ആത്മബന്ധമുണ്ട് കേട്ടോ. കാരണം ചെറുപ്പത്തിൽ ഒത്തിരി ഞങ്ങളുടെ പട്ടിണി മാറ്റിയിട്ടുള്ളതാണ് ചക്ക. പപ്പയ്ക്ക് കൂലിപ്പണിയായിരുന്നു. അപ്പം മഴക്കാലം വരുമ്പോൾ പണി ഉണ്ടാവില്ല. ആ സമയമാകുമ്പോൾ നേരത്തെ കുറേ വാട്ടുകപ്പ 2, 3, 4 ചാക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടാവും, ഉണക്കമീനും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറമ്പിൽ ഇഷ്ടം പോലെ ചക്കയുള്ളത്. ചക്കക്കൂട്ടാൻ തന്നെ ചക്കക്കൂട്ടാൻ, ചക്കപ്പുഴുക്ക്, പിന്നെ ചെറിയ ഇടിച്ചക്ക, അതിൻ്റെ ചെറിയ ചക്ക എടുത്തുകൊണ്ട് വന്ന് അത് കറി വെക്കും. അങ്ങനെ ഒത്തിരി. പിന്നെ വലുതായി കഴിഞ്ഞപ്പോഴാണ് അതൊന്നും ഇല്ലാതായത്. അപ്പം അതുകൊണ്ട് ചക്കേനോടൊരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ഞങ്ങളുടെ വീട്ടുകാർക്കും ഉണ്ട്, പപ്പയ്ക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഞാനിത് കൊണ്ട് നട്ടത് കേട്ടോ. പുറത്തുനിന്ന് കണ്ട പോലെയൊന്നും അല്ല. വീടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ വീടിൻ്റെ ഉള്ളിലൊക്കെ നല്ല അടിപൊളി സെറ്റാക്കി ആയിട്ടിരിക്കുന്നത്, നീറ്റ് ആൻഡ് ക്ലീനായിട്ട്. പിന്നെ പലരും എന്നോട് പറഞ്ഞു ഇവിടെ ചക്കയുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് ഇവർക്കാർക്കും ചക്കയില്ല, ജാക്ക് ഫ്രൂട്ട് ഇല്ല. പക്ഷേ വേറൊരു ഫ്രൂട്ടാണ് ഇവിടെ ഉണ്ടെന്ന് അവർ പറയുന്നത്. അത് നിങ്ങൾ തന്നെ കേട്ട് നോക്കിട്ടോ. മാക്സ്, ഡു യു ഹാവ് ജാക്ക് ഫ്രൂട്ട് അവൈലബിൾ ഹിയർ? Yes. ജാക്ക് ഫ്രൂട്ട് അവൈലബിൾ? Yeah. Which not like this. Yeah. Yeah. That one also looks different. Looks different. Yeah. It's small size. Small size. Yeah. What is the name of that? D-ball. 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 Yeah. Okay. But you don't have this big one. No. Yeah. Okay. ഇതാണ് കേട്ടോ D-ball. പക്ഷേ ഇത് ചക്കയല്ല. ചക്ക പോലെ ഇരിക്കും, ചെറുതാണെന്നേ ഉള്ളൂ. ഒരുപക്ഷെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ചക്ക ഉണ്ടാവും കേട്ടോ. ഇപ്പം ധാരാളമായിട്ട് നമ്മുടെ നാട്ടിലെ പോലെ അത്രയ്ക്ക് അവൈലബിൾ അല്ല, അത്രയ്ക്ക് സുലഭമായിട്ട് കിട്ടില്ല എന്നേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടായിരിക്കും ഇവർക്കൊന്നും അറിയാത്തത്. എന്തായാലും ഞാൻ കൊണ്ടുവന്നു, എന്തായാലും നട്ടു. അപ്പോൾ ഇതോടുകൂടി ചക്ക വിശേഷം കഴിയുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.